ആയിട്ടുള്ള ആളുകൾ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവർ സമഗ്രമായി രോഗിയെ പരിശോധിച്ചിട്ടാണ് മരുന്ന് എഴുതുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള ഒരാൾ സാധാരണഗതിയിൽ മെറ്റ്ഫോർമിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ചോദിക്കുന്നത് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്സ്, അതായത് കംപ്ലീറ്റ് ആയി കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന രീതി, ആയുർവേദം, അക്യുപങ്ക്ചർ, ന്യൂട്രീഷനൊക്കെ. അപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഇപ്പം അമിതമായിട്ട് രോഗം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. IDF പറയുന്നത് 2045 ഇന്ത്യയിൽ ഒരു 15 കോടി പ്രമേഹ രോഗികളുണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രസക്തി, അതിന്റെ എത്രത്തോളം സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ ഒരു രോഗത്തെ ചികിത്സിക്കുന്ന സമയത്ത് നാം രോഗിയെ കണ്ട് ചികിത്സിക്കുന്നതാണ് നല്ലത്. ആ ഒരു സമയത്ത് നമ്മൾ ഏത് മരുന്ന് എഴുതുന്നതിന് മുമ്പായാലും നമ്മൾ രോഗിയെ സമഗ്രമായി പരിശോധിച്ച് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലവിധ സാധ്യത നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ നോക്കിയാൽ അവിടെ നമുക്ക് ചില മരുന്നിൻ്റെ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. ഓൺലി ആഫ്റ്റർ ആഡിക്വേറ്റഡ് ഫയൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യമായ രീതിയിലുള്ള എക്സസൈസ്, അതുപോലെ തന്നെ ഭക്ഷണ രീതികളിലുള്ള, അതുപോലെ തന്നെ ന്യൂട്രീഷൻ നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഇവിടെ ചില മരുന്നിൻ്റെ ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ആ ഒരു കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ മറ്റ് ശാസ്ത്രശാഖകൾക്കും ഈ കാര്യത്തിൽ റോൾ ഉള്ളതായിട്ടാണ് എൻ്റെ അഭിപ്രായം. അതായത് ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ, കൂടുതൽ ശതമാനം ആളുകൾക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മെഡിസിനിലേക്ക് പോകുന്നത്. അതായത് ഒരുപാട് സാധ്യതകളുള്ള തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതശൈലി, നമ്മൾ ഇന്നിപ്പോ ഡയബറ്റീസ് അടക്കമുള്ള രോഗങ്ങളെ നാം ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ഭേദമാക്കാൻ ഏറ്റവും നല്ലത് ജീവിതശൈലി നമ്മൾ വേണ്ട രീതിയിൽ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് നാം ചികിത്സയെ സമഗ്രമായിട്ടാണ് തീർച്ചയായിട്ടും കാണേണ്ടത്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോട് ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു.